സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഒരു കയ്യിൽ ദീപശിഖയുമേന്തി നിൽക്കുന്ന ഒരു ഗ്രീക്ക് ദേവതയെ പോലെയുള്ള ഒരു ശില്പമാണ്. അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി നിലനിൽക്കുന്നത്. ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി തകർന്നു വീഴുന്ന ദൃശ്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും സങ്കല്പിക്കാനോ ചിന്തിക്കാനോ സാധിക്കുമോ? എന്നാൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി തകർന്നു വീണിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് അമേരിക്കയിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി അല്ല, ഇത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ റെപ്ലിക്കയായിട്ടുള്ള ബ്രസീലിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ് എന്നുള്ളതാണ്. റെപ്ലിക്ക എന്ന് പറഞ്ഞാൽ അതുമായി രൂപസാദൃശ്യമുള്ള ഒരു സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ് തകർന്നു വീണിരിക്കുന്നത്. ബ്രസീലിലെ ശക്തമായിട്ടുള്ള കാറ്റിലാണ് ഇത് തകർന്നു വീണത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. ശക്തമായിട്ടുള്ള കാറ്റിൽ ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ റെപ്ലിക്ക അത് തകർന്നു വീണു. സ്റ്റാച്യു ഓഫ് ലിബർട്ടി റെപ്ലിക്ക കൊളാപ്സസ് ആഫ്റ്റർ ബീയിങ് ബാറ്റേർഡ് ബൈ ഹൈ വിൻഡ്സ് ഇൻ ബ്രസീൽ എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും 80 ഫീറ്റാണ് ഇതിൻ്റെ ഉയരം എന്നുള്ളതാണ്. അതായത് ബ്രസീലിലെ 80 അടി ഉയരമുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ പ്രതിമ ശക്തമായിട്ടുള്ള കാറ്റിൽ തിങ്കളാഴ്ച ഗ്വൈബ നഗരമായിട്ടുള്ള റിയോ ഗ്രാൻഡെ ഡോ സുളിൽ ശക്തമായ കാറ്റ് വീശിയതിനെ തുടർന്ന് കൂറ്റൻ സ്മാരകം ചാഞ്ഞും ആടി ഉലഞ്ഞും തകർന്നു വീഴുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. തുടർന്ന് ആ കെട്ടിടം തകർന്നു വീണത് അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഒരു ഹവാൻ റീറ്റെയിൽ മെഗാ സ്റ്റോറിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾ കഷ്ടിച്ച് കാണാതെയായി. കാഴ്ചക്കാർ ഭീതിയോടെ നോക്കി നിന്നു. നാടകീയമായിട്ടുള്ള രംഗങ്ങളായിരുന്നു അരങ്ങേറിയത്. വീഴ്ചയെ തുടർന്ന് ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല. അധികാരികൾ പ്രദേശം വളയാൻ തിടുക്കം കാണിച്ചു. പോരാത്തതിന് അവിടെയുള്ള ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള നല്ല ജാഗ്രതയും ബ്രസീൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും നമുക്ക് സിംബോളിക്കായിട്ട് പറയുകയാണെങ്കിൽ ബ്രസീലിൻ്റെ ഇപ്പോഴുള്ള ഭരണാധികാരി ലുലാ ഡാ സിൽവയും ട്രംപും തമ്മിൽ വലിയ പ്രശ്നങ്ങളാണ്. ട്രംപ് വിളിക്കുമ്പോൾ നീ ആരാടാ എന്നെ വിളിക്കാൻ, പോടാ പുല്ലേ എന്നുള്ള രീതിയിലാണ് ലുലാ ഡാ സിൽവ ട്രംപിനോട് സംസാരിക്കുന്നത് എന്ന് പോലും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉള്ള അമേരിക്കയുടെ ഒരു സ്തംഭം പോലും നമ്മുടെ രാജ്യത്ത് വേണ്ട എന്ന് ചിലപ്പോൾ ബ്രസീലിൻ്റെ പ്രകൃതിക്ക് തോന്നിക്കാണും. അതേ ഇനി ലുലാ ഡാ സിൽവ തന്നെയാണോ ഇത് തകർത്തിട്ടത് എന്നുള്ള ട്രോളുകളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് എന്നുള്ളതും വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.